നമസ്കാരം. സ്പിരിച്വൽ ജേണി വിത്ത് ഗായുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉപ്പിനെ കുറിച്ചാണ് അറിവ് നേടാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഉപ്പ് നമ്മുടെ വീട്ടിലേക്ക് ഉപ്പ് കൊണ്ടുവരേണ്ട ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ശുക്രഹോര സമയത്താണ് നമ്മൾ ഉപ്പ് വാങ്ങി വീട്ടിൽ ഭരണിയിൽ സൂക്ഷിക്കേണ്ടത്. ശുക്രഹോര എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 1 to 2, വൈകുന്നേരം 8 to 9 ഈ സമയത്തിനകത്ത് ഉപ്പ് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരിക്കലും സ്റ്റീൽ പാത്രത്തിലോ മറ്റ് ഇതിലോ ഉപയോഗിക്കരുത്. ചില്ല് പാത്രത്തിലാണ് ഉപ്പ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നെഗറ്റീവ് എനർജി മാറ്റാൻ ഉപ്പിന് നല്ല കഴിവുണ്ട്. നമ്മുടെ വീട് കുറേ ദിവസം അടച്ച് പൂട്ടി അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അടച്ച് പൂട്ടിക്കിടന്ന വീട് തുറക്കുമ്പോൾ ധാരാളം നെഗറ്റീവ് എനർജി അതിനകത്തുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപ്പ് വെള്ളം ഉപയോഗിച്ച് വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിലെ നെഗറ്റീവ് എനർജി മാറി വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ക്ഷീണമോ തളർച്ചയൊക്കെ വരികയാണെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കുളിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾക്ക് ആ എല്ലാ നെഗറ്റീവ് എനർജികളും മറ്റുള്ളവരുടെ ദൃഷ്ടി എല്ലാതും അത് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഇരിക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉപ്പ് ഒരു ചില്ല് പാത്രത്തിൽ ഓരോ മുറിയുടെ മൂലയിലായിട്ടും ഉപ്പ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ റൂമിലുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ ഈ ഉപ്പിന് നല്ല കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ ഉപ്പ് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് താഴെ വീഴാതെ നോക്കണം. താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രദോഷം, ശുക്രദോഷം ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം ഒരിക്കലും നമ്മൾ ഉപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈമാറരുത്. അതുപോലെ തന്നെ നേരിട്ട് കയ്യിൽ ഒരിക്കലും നമ്മൾ ഉപ്പ് കൊടുക്കാറില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ദൃഷ്ടിദോഷം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു നുള്ളു ഉപ്പെടുത്ത് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ ശേഷം കളയുക. അങ്ങനെ കളയുന്ന സമയത്ത് നമ്മുടെ കണ്ണേറ് ദോഷം മാറി വരുന്നതാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അസുഖമായിട്ടിരിക്കുന്ന രോഗികൾ അങ്ങനെയുള്ള അവരുടെ മുറികളിലെല്ലാം ഈ ഒരു ഉപ്പിൽ വെച്ചിട്ട് ഒരു ബൗളിൽ ഉപ്പെടുത്തിട്ട് അതിലൊരു 7 ഗ്രാമ്പു ഇട്ടിട്ട് അത് വെക്കാവുന്നതാണ്. അത് വെക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ അത് പിടിച്ച് പൂജാമുറിയിലെല്ലാം പോയി പ്രാർത്ഥിച്ച് മുറിയുടെ ഓരോ മൂലയിലും പോയി തലയ്ക്കൊഴിഞ്ഞ ശേഷം അതിന് ഒരു മൂലയിൽ വയ്ക്കാവുന്നതാണ്. 25 ദിവസം കഴിയുമ്പോൾ അതിനെ നമുക്ക് എടുത്ത് ചെടിയുടെ അതിൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ സിങ്കിൽ ഒഴിക്കുകയോ കളയാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാവർക്കും എനർജി കിട്ടുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുക.